എന്താ മാധവേട്ട, പണ്ട് ഉപ്പു സത്യാഗ്രഹത്തിന് തമ്മിൽ കണ്ട പരിചയം പോലും തോന്നുന്നില്ലല്ലോ മുഖത്ത്. എന്തു പറ്റി? എന്താടോ വിശ്വൻ, താനിങ്ങനെ പെട്ടെന്ന് ഒരു മുന്നറിയിപ്പും ഇല്ലാതെ ഈ വഴിക്ക്? പണ്ട് ജാഗ്രതയെന്ന് ആട്ടിയിറക്കപ്പെടുന്നതിന് മുൻപ് ഇളം പ്രായത്തിൽ ഒരുപാട് ചവിട്ടി നടന്ന വഴിയല്ലേ, ഒന്ന് ഓർമ്മ പുതുക്കി പോകാം എന്ന് കരുതി. പിന്നെ ശേഖരേട്ടൻ മരിച്ചപ്പോ തിടുക്കത്തിൽ പ്രസ് ക്ലബിൽ വന്നൊരു റീത്ത് വെച്ച് മടങ്ങിയതല്ലാതെ ഇവിടെ വരെ വന്നൊന്ന് ആശ്വസിപ്പിക്കാൻ പറ്റിയില്ല ഇവളെ. ഇപ്പോതാ നന്ദഗോപാലന്റെ വിരഹത്തിൽ മറ്റൊരു മഹാദുഃഖം കൂടി അനുഭവിച്ചു നിൽക്കയല്ലേ ചിരസ്മരണീയനായ വിപ്ലവകാരിയുടെ പുത്രി. അതുകൊണ്ട് വിശ്വനാഥൻ നേരിട്ട് വന്ന് കണ്ടൊന്ന് സാന്ത്വനിപ്പിക്കാമെന്ന് കരുതി. എന്നിട്ട് എവിടെടോ നന്ദഗോപാലിന്റെ അറസ്റ്റ് ദുഃഖം ആചരിക്കാൻ ഇവളുടെ ഉത്തരവ് പ്രകാരം ഇന്ന് വൈകിട്ട് അച്ചടിച്ചിറക്കിയ സ്പെഷ്യൽ ഈവനിംഗ് എഡിഷൻ? പോലീസിന്റെ കാട്ടാളത്തം അനുവദിച്ചുകൂടാ. പ്രത്യേക മുഖപ്രസംഗം. ഇതിന്റെ 4ാമത്തെ പാരഗ്രാഫിൽ താൻ എന്നെ കുറിച്ച് എഴുതി പിടിപ്പിച്ചിരിക്കുന്നത് നന്ദഗോപാലന് നേർക്കുള്ള പോലീസിന്റെ ഹീന താണ്ഡവം അരങ്ങേറുമ്പോൾ കേരള രശ്മിയുടെ ഉമ്മറത്ത് വന്നിറങ്ങിയ ചീഫ് എഡിറ്റർ ഔദക്കുട്ടിയും ബോർഡ് മെമ്പർ വിശ്വനാഥനും ഈ നാടകത്തിലെ തങ്ങളുടെ വേഷങ്ങൾ മുൻ നിശ്ചയപ്രകാരം എന്ന് തോന്നിക്കും വിധം ആടിത്തീർത്തു എന്നറിയുന്നത് തികച്ചും വേദനാജനകമാണ്, ലജ്ജാകരമാണ്, ഒപ്പം അങ്ങേയറ്റം ജുഗുപ്സാവഹവും അല്ലേണോ? അപ്പോ പഴയ സഹന സമര നായകന്റെ ഞരമ്പിലുള്ള തീയും തീപ്പൊരിയും ഒന്നും അണഞ്ഞു പോയിട്ടില്ല ഇപ്പോഴും. എടോ മൂപ്പിനെ, വല്ലാണ്ട് വയസ്സായി പോയി, വടി കുത്തിപ്പോയി താൻ. അല്ലെങ്കിലുണ്ടല്ലോ മിസ്റ്റർ വിശ്വനാഥൻ, ഒന്ന് നിർത്തണം നിങ്ങളുടെ പ്രസംഗം. പഴയൊരു വലിയ പ്രക്ഷോഭകാരിയുടെ മകളല്ലേ, ഇടയ്ക്ക് ചിലപ്പോ ശബ്ദം ഉയരും, ശൗര്യം കൂടും ഇവൾക്ക്, അല്ലേ മാധവ്ജി? ഈ നിൽക്കുന്ന വിശ്വനാഥനെ ഇടിച്ചു താഴ്ത്താനും വിശ്വനാഥനെ എക്സ്പോസ് ചെയ്യാനും വിശ്വനാഥനെ നശിപ്പിക്കാനും ഒക്കെ ആയിട്ട് ഒരുപാട് അച്ഛൻ നിരത്തിയവനാ ശേഖരൻ. ഒരു പുരുഷായുസ് മുഴുവൻ പരിശ്രമിച്ചിട്ടൊടുവിൽ ദയനീയമായി പരാജയപ്പെട്ടവനാ നിന്റെ അച്ഛൻ. എന്താ ഇനി ശേഖരനില്ലാത്ത ജാഗ്രതയ്ക്ക് അതിന് കഴിയുമെന്ന് തോന്നുന്നുണ്ടോ നിനക്ക് ഈ വിശ്വനാഥനെ അവസാനിപ്പിക്കാൻ? അത് നിന്നെ പോലെ ഒരു നരന്ത് പെണ്ണിനെ കൊണ്ട്. ആർ യു സോ ഫൂളിഷ്? ആർ യു സോ ഇഡിയോട്ടിക്? വിശ്വനാഥൻ, ശേഖരന് പിന്മുറ അവകാശപ്പെടാൻ ഒരു ആൺകുട്ടി ഇല്ലാതെ പോയിന്ന് വിചാരിച്ചിട്ട് ഒരു മഹായുദ്ധം ജയിച്ചു എന്നുള്ള ധാർഷ്ട്യൊന്നും വേണ്ടത് എനിക്ക്. ദാ കണ്ടില്ലേ, ആണത്തവും തന്റെ ഇടവും നട്ടലുള്ളൊരു പത്രവും അത് നോക്കി നടത്താൻ ചങ്കൂറ്റുള്ളൊരു മകളെയും ഈ ഭൂമിയിൽ ബാക്കി വെച്ചിട്ട് തന്നെയാ പോയിരിക്കുന്ന ശേഖരൻ. അത് മറക്കണ്ടതാൻ, മറക്കരുത്. സോ പ്ലീസ് ഷട്ട് അപ്പ് ആൻഡ് ഗെറ്റ് ഔട്ട്. പോകാം, പക്ഷേ അതിനു മുമ്പ് ഒന്ന് ഓർമ്മ വെച്ചോളൂ നീ. ദാ നിന്റെ ഈ പീറ പത്രത്തില് ഇനി ഒരൊറ്റ തവണ കൂടി വിശ്വനാഥന്റെ പേര് അച്ചടിച്ചു വന്നാലുണ്ടല്ലോ, പിന്നെ ശേഖരൻ ഭൂമിയിൽ അവശേഷിപ്പിച്ചു പോയത് മുഴുവൻ ദാ ഈ പത്രവും നീയും അടക്കം സകലതും നിന്ന് ദഹിക്കും, നിന്ന് കത്തി ചാമ്പലാവും. ദാ കാണണോ നിനക്ക്? നശിപ്പിക്കാൻ ഉറച്ച് വിശ്വനാഥൻ ഇറങ്ങി പുറപ്പെട്ടു പോയാ പിന്നെ ഈ ഭൂമിയിൽ ഒരു നന്ദഗോപാലനും ബാക്കി ഉണ്ടാവില്ല നിന്നെ രക്ഷപ്പെടുത്താൻ. ഓർത്തോ, ദിസ് ഈസ് യുവർ ലാസ്റ്റ്, ദ വെരി ലാസ്റ്റ് വാർണിംഗ്. മോളെ, നീ പറഞ്ഞ അങ്ങോട്ട് നില്ലടാ. നിന്റെ ഈ കോലം കാണാൻ വേണ്ടിട്ട് വരുന്നുണ്ട് ഞങ്ങളുടെ DIG അദ്ദേഹം. ഇതിലെ ഒന്ന് നിർത്തണോ? എന്തോ നാടകം ഇത്? അല്ല, അത് പിന്നെ ഇദ്ദേഹം വരുന്നു എന്ന് അറിഞ്ഞോണ്ട് ഉണർത്താൻ വേണ്ടിട്ട്. എടോ, അതിന് മുറിഞ്ഞ പഴുത്തന്നെ മേപ്പെട്ടുള്ള വെള്ളമൊക്കെ കോരി ഒഴിച്ചാലേ വല്ല ചത്തോ കെട്ടോ പോയ ബാക്കിയുള്ള വേണം ഉത്തരം പറയാൻ. കായലിൽ നിന്ന് കോരി വെപ്പിച്ച ഓരോ വെള്ളമാ സാറേ. വേണ്ടി ഉപ്പിന്റെ നീറ്റിൽ അങ്ങോട്ട് ചെല്ലുമ്പോ മുറിവേന്നുള്ള നീരും പഴുപ്പൊക്കെ താനെ അങ്ങ് വിട്ടോളും. നാളെ കൊണ്ടേ കൂട്ടിക്കയറ്റി നിർത്താനുള്ളതല്ലേ സാർ കോടതിയില്. ഓ ഐ സീ. പിന്നെ കേട്ടോ മിസ്റ്റർ നന്ദൻ, there is some bad news for you. നിങ്ങളുടെ ആ കൂട്ടുപ്രതിയില്ലേ മറ്റേ ഫിറോസ്, അവനെ DGP നേരിട്ടങ്ങ് കെട്ടിയെടുപ്പിച്ചിരിക്കാൻ തിരുവനന്തപുരത്തോട്ട്. ചെല്ലുമ്പോ അടിച്ചവന്റെ കയ്യിലോട്ട് കൊടുക്കും സസ്പെൻഷൻ. എന്താ സാറേ, കൊണ്ടു നടന്നു കൊടുക്കൊരുത്തന്നെ തൊപ്പി തെറിപ്പിച്ചപ്പോ സമാധാനമായില്ലേ സാറിന്? നോക്കി പിടിപ്പിക്കുന്നതാ മോനെ, നിനക്കെന്നെ പെരുവഴി പിടിച്ചിരുത്തി എന്റെ ഇതങ്ങ് ഉരുകണം അടിച്ചു പൊളിക്കണം.
വീടിനകത്ത് കയറി ഫോട്ടോ എടുക്കുന്നുണ്ടോ പട്ടി? ആരാണ് നിനക്ക് അനുവാദം തന്നത്? Hey, look, man, I'm a press photographer and I've got every right to be where I am now. So please, I warn you, don't come near me, don't touch me. I said don't. ചവിട്ടി അരച്ച് ഈ അവസ്ഥയിലാക്കിയതും പോരാഞ്ഞിട്ട് ഇനി നിന്റെ തരിപ്പ് തരണം നായേ. സസ്പെൻഷനിൽ നിന്നോട് തെളിത്തര കാണിച്ചാണല്ലോ നിന്റെ തൊപ്പിയെ ഇല്ലടോ, താൻ ധരിച്ചിരിക്കുന്ന പോലെ ഇപ്പോഴും സസ്പെൻഡ് ചെയ്തിട്ടില്ല ഫിറോസിനെ ഒരുത്തനും. അതേടോ, ഐ ബോട്ട് സം ടൈം ഫ്രം ദി DGP. അരവിന്ദനെ പീഡിപ്പിച്ച കേസിൽ ഇദ്ദേഹം നിരപരാധിയാണെന്നും തെറ്റെന്റേത് മാത്രമാണെന്നും അതിന് കാരണങ്ങൾ എന്താണെന്നും ഒക്കെ രേഖാമൂലം എഴുതി DGPക്ക് കൊടുത്തിട്ട് കുറ്റം ഏറ്റുപറഞ്ഞിട്ടായി ഫിറോസ് തലസ്ഥാനത്ത് ഇങ്ങോട്ട് പോന്നിരിക്കുന്നത്. സോ നാളെ കോടതിയിൽ ഇദ്ദേഹത്തിന്റെ ജാമ്യാപേക്ഷ മൂവ് ചെയ്യുമ്പോൾ ഡിപ്പാർട്ട്മെന്റ് അത് എതിർക്കില്ല. ഹി വിൽ ബി ഗ്രാന്റഡ് ബെയിൽ. പിന്നെ അതുകൂടെ കഴിഞ്ഞിട്ടേ മേലാവിന്ന് മുദ്ര വെച്ച് എന്റെ സസ്പെൻഷൻ ഓർഡറിങ് എത്തൂ വയ പ്രോപ്പർ ചാനൽ. അതിനുള്ള ഉറപ്പോടെ വാങ്ങിച്ചിട്ടുണ്ട് ഞാൻ DGPയുടെ കയ്യിൽ നിന്ന്. ആൻഡ് ഐ ആം ടേക്കിംഗ് ഹിം നൗ. അതേടോ, പോലീസിന് കൂടുതൽ മാനക്കേട് ഉണ്ടാക്കാതെ ഇദ്ദേഹത്തെ ഇപ്പോൾ തന്നെ റിലീസ് ചെയ്യണമെന്നും നാളെ ഇദ്ദേഹം സുമൻസാലെ കോടതിയിൽ നേരിട്ട് ഹാജരായാൽ മതിയാവുന്നും കാണിച്ച് DGP നിങ്ങൾക്ക് എഴുതിയ ഡെമി ഒഫീഷ്യൽ ലെറ്ററിന്റെ കോപ്പി ഇതിപ്പോ തന്നെ നിങ്ങളുടെ ഓഫീസിൽ എത്തിയിട്ടുണ്ടാവും ബൈ ഫാക്സ്. ഓ യു ക്യാൻ റീഡ് ദിസ്. വായിച്ചു പഠിക്കേ. പറഞ്ഞു കേട്ടില്ലടോ, ബലം കഴിക്കേ. Sir, അത് പന്ന ചേച്ചി, അതെ മാഡം, സോറി. ഈ പോലീസുകാരുടെ ഒരു സ്നേഹപ്രകടനം കഴിഞ്ഞ് എന്റെ ചതവും മുറിവൊക്കെ കാണും. അതുകൊണ്ട് സൂക്ഷിച്ചു മതി അല്ലേ സാർ? ഹേ ഫിറോസ്, വരൂ സാർ. അല്ല ഫിറോസ്, നീ എന്താ കുറ്റം മുഴുവൻ സ്വയം ഏറ്റെടുത്തു എന്ന് പറഞ്ഞത്? എന്താ നീ എഴുതി കൊടുത്തത് DGPക്ക്? ഏയ്, അത് വെറുതെ. ഫിറോസ്, കമോൺ. ഇല്ല സാർ, അതകത്ത് ആ പന്നനോട് അങ്ങനെ പറഞ്ഞേ ഉള്ളൂ. പകുതി സത്യം പകുതി പൊളി. നടന്ന സംഭവങ്ങൾ കൃത്യമായിട്ട് വിവരിച്ച് കേൾപ്പിച്ചപ്പോ മൈ DGP ഗോട്ട് കൺവിൻസ്ഡ്. പക്ഷേ തൽക്കാലം പോലീസിന്റെ മുഖം രക്ഷിക്കാൻ വേണ്ടിയിട്ട് എനിക്കൊരു സസ്പെൻഷൻ വരും. നാളെ ഉച്ച തിരിഞ്ഞ് സ്പെഷ്യൽ മെസ്സഞ്ചർ വശം എന്റെ സസ്പെൻഷൻ ഓർഡറിങ് എത്തുള്ളൂ എന്ന് എന്നോടൊരു വാക്ക് പറഞ്ഞിട്ട് DGP. പകരം എന്താ, നാളെ ഈ തൊപ്പി ഉരുവയ്ക്ക് മുമ്പ് നമ്മൾ രണ്ടാളുടെയും നിരപരാധിത്വം തെളിയിച്ചിരിക്കും ഈ ഫിറോസ് എന്നൊരു വാശി തിരിച്ചാൻ അങ്ങോട്ടും പറഞ്ഞിട്ടുണ്ട് DGPയോട്. സോ ഇറ്റ്സ് മൈ ഡ്യൂട്ടി. ചലട്ടെ സാർ. ഒറ്റടി. अबे साले तू പറടാ, ഒന്ന് റെയിൽവേ ട്രാക്കിൽ കൊണ്ട് തള്ളിയതാരാണ്? അരവിന്ദനെ. क्या समझा तूने? हम मर्डरर है क्या? कमीने, मारेगा तेरे को भी. എന്നിട്ട് എവിടെ പോയി കിടക്കുന്നതായാലും ഇതിന്റെ പന്നാലാൽ സെറ്റ് വിശേട്ടാ, അത് വിളിച്ചിട്ട് ഒരു നമ്പറിലും കിട്ടുന്നില്ല. പോയി തപ്പിയെടുക്കാളെ.
ഓ Oh, Firoz Mohammed. Welcome. Shall I fix you one drink? സോ ഹണ്ടിങ് ഫോർ മിസ്റ്റർ ഹരിവംശീലാൽ പന്നാലാൽ അല്ലേ വിശ്വനാഥൻ? സത്യം പറയാമല്ലോ വിശ്വനാഥൻ, ഒറ്റ ഞൊടിയിൽ എന്റെ നേർക്കൊരു തോക്കു ചൂണ്ടാൻ പോലും ധൈര്യപ്പെട്ട തന്റെ ആ സ്മഗ്ലർ ഫ്രണ്ട് പന്നാലാൽ പിന്നെ ഒടുവിൽ മുട്ടുവഴി മുള്ളിക്കൊണ്ട രഹസ്യങ്ങളുടെ കെട്ടഴിച്ചു തന്നത്. യെസ്, ശേഖരേട്ടനെയും ഹരിദാസിനെയും നീ കൊന്നു തള്ളിയതടക്കം നിന്റെ മുഴുവൻ രഹസ്യങ്ങളും. Have a drink, man. അനങ്ങിപ്പോരുത്. നടക്കാൻ Oh.